കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി വേട്ട കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3-ാം വർഷ വിദ്യാർത്ഥിയാണ് എന്ന കണ്ടെത്തലിലേക്ക് എത്തുകയാണ് പോലീസ്. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന ആഷിഖിന്റെയും ഷാലിഖിന്റെയും മൊഴിയുണ്ട്. 3-ാം വർഷ വിദ്യാർത്ഥിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, പൂർവ്വ വിദ്യാർത്ഥികളാണ് കഞ്ചാവുമായി എത്തിയത്. ആഷിഖും ഷാലിഖും പ്രധാനപ്പെട്ട 2 അറസ്റ്റ് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഈ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ കാര്യങ്ങൾ, ഈ ലഹരി മാഫിയയുടെ പ്രധാനപ്പെട്ട കണ്ണി എന്ന വിവരം കൂടി പോലീസിന് ലഭിക്കുന്നത്. ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചും മറ്റു വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? വളരെ സുപ്രധാനമായിട്ടുള്ള കുറെ വിവരങ്ങളാണ് ഈ കേസിൽ പുറത്തേക്ക് വരുന്നത്. ഇന്ന് 2 പേർ അറസ്റ്റിലായിരുന്നു. അത് ഈ ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിച്ചവരാണ്. അവർ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ആഷിഖും അതോടൊപ്പം തന്നെ ഷാലിഖും. അവരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പറയുന്നത് ഈ ഹോസ്റ്റലിൽ അവരെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്, അല്ലെ അവർ കോണ്ടാക്ട് ഉണ്ടായിരുന്നത് 3-ാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ്. ഇയാൾ കൊല്ലം സ്വദേശിയാണെന്നും മൊഴി നൽകിയിട്ടുണ്ട്. പോലീസിനും ഇതേറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഉടൻ തന്നെ ാനുള്ള സാധ്യതകളുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ആഷിഖിനും ഷാലിഖിനും ലഹരി കൈമാറിയിരുന്നത് മറ്റൊരു ഇതര സംസ്ഥാനക്കാരനാണ്. ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ഡയറക്റ്റായി ഇനി 2 പേരുടെ അറസ്റ്റ് ഈ കേസിലേക്ക് ഇനി വരാനുണ്ട്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകൾ പോലീസ് സംഘം നൽകുന്നു. ഇതോടൊപ്പമാണ് ഇതിന് പുറത്ത് മറ്റ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം. അതിൽ ആരൊക്കെ ഈ പണം കൈമാറിയിട്ടുണ്ട് ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഇതോടുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നേരത്തെ ഈ റെയ്ഡ് നടന്ന ഘട്ടത്തിൽ 2 പേർ ഓടിപ്പോയതായുള്ള ചില വിവരങ്ങളുണ്ടായിരുന്നു. അത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ആഷിഖും, ഇന്ന് അറസ്റ്റിലായിട്ടുള്ള ആഷിഖും ഷാലിഖുമാണ് ഈ ഓടിപ്പോയവർ എന്നതാണ് പറയുന്നത്. റെയ്ഡ് നടന്ന ഘട്ടത്തിൽ അവർ അവിടെ നിന്ന് പൊയ്ക്കളയുകയായിരുന്നു. അവരെയാണ് ഇന്ന് പിടികൂടിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ അവിടെ ഈ ലഹരിക്ക് മുൻകൂർ പണം നൽകുന്നവർക്ക് ഡിസ്കൗണ്ട് ഉൾപ്പെടെ ഈ ഹോസ്റ്റലിൽ നൽകിയിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയിരുന്നു എന്നതാണ് പോലീസ് സംഘം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട്, CDR രേഖകൾ എടുക്കുന്നുണ്ട്. നേരത്തെ ആദിൽ ഡിസ്കൗണ്ട്, പ്രീ ബുക്കിംഗ്, അങ്ങനെ വലിയ ഓഫറൊക്കെ നൽകി ലഹരി വിൽപ്പന തകൃതിയായി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാവുകയും ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും കൊല്ലം സ്വദേശിയായ 3-ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ ലഹരി വിൽപ്പനയുടെ പ്രധാനപ്പെട്ട കണ്ണി എന്ന വിവരത്തിലേക്ക് അടക്കം അന്വേഷണം എത്തുകയും ചെയ്ത എസ് രാഗിനാണ് ആ വിവരങ്ങൾ നൽകിയത്.